أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا رب زدني علما نافعا رزقا طيبا ولا تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم സൂറത്തുൽ ഖാഫാണ് ഇനി എടുക്കാനുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്താണിത്. 45 ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത്. ഓക്കെ, അപ്പം ഇതിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോട് അവർ എങ്ങനെയായിരുന്നു ഖുർആനെ ഹിസ്ബാക്കിയിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു: 3, 5, 7, 9, 11, 13 മുസാഫിലെ വിഭാഗം ഇങ്ങനെയാണ്. വേറെ മാർഗങ്ങൾ കൂടിയും ഇതുപോലെ നിവേദനം ചെയ്തിരിക്കുന്നു. അതായത് സൂറത്തിനെ ഖുർആനെ വിഭജിച്ചതില് അതായത് 13 വരെ വിഭജിച്ചിട്ടുണ്ട് ഖുർആനെ. ഒക്കെ അതില് അൽബക്ര മുതലാണ് 3 തുടങ്ങുന്നത്. ഓക്കെ, 3 വരെ അൽബക്രയാണ്. ഓക്കെ, 5 മായിദയാണ്. ഓക്കെ, 7 യൂനുസാണ്, 9 ഇസ്രാ ആണ്, 11 അഷൂറയാണ്, 13 സോഫാത്താണ്. ഓക്കെ, അങ്ങനെ 48 എണ്ണാണ് നമ്മള് ഈ ഹിസ്ബ് എന്ന് പറയുന്നത് ഉള്ളത്. ഓക്കെ, അങ്ങനെ സൂറത്തുൽ ഫുജറാത്തോട് കൂടിയിട്ടാണ് അപ്പം ഈ ഇങ്ങനെ എണ്ണം എടുത്തത് 13 വരെ എണ്ണം എടുത്തത് അവസാനിക്കുന്നത്. അപ്പൊ സൂറത്തിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് സൂറത്തുൽ ഖാഫ് മുതൽ അവസാനം വരെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഭാഗം ഇനി എന്താണ്, ഖുർആന്റെ അവസാന ഭാഗത്തിലാണ്. ഓക്കെ, ഇതൊരൊറ്റൊന്നായിട്ടും ഓതുന്നവരുണ്ട്, ഈ സൂറത്തുൽ ഖാഫ് മുതൽ ഒരുമിച്ച് ഓതി തീർക്കുന്നവരുണ്ട്. അത് ഒറ്റൊന്നായിട്ടും ഓതാം, കാരണം ഇത് അവസാനത്തെ ഭാഗമായിട്ടാണ് ഖുർആനിൽ വരുന്നത്. ഹിസ്ബ് കണക്കാക്കി വരയ്ക്കുന്നവർക്ക് കേട്ടോ. അതായത് രാത്രി നമസ്കാരങ്ങളിലൊക്കെ ഖുർആന് കുറേ ഭാഗം പാരായണം ചെയ്യാറുണ്ടായിരുന്നു സഹാബികൾ. അപ്പം ഈ എങ്ങനെ ഹിസ്ബ് കണക്കാക്കി വെക്കും. അപ്പൊ ഈ സൂറത്തുൽ ഖാഫ് മുതൽ ഒരൊറ്റ ഭാഗമാക്കിയിട്ട് അവര് ഓതാറുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് സൂറത്തുൽ ഖാഫും അൽ ഖമറും ആണ് ഓതാറുണ്ടായിരുന്നത്. ഓക്കെ, കാരണം സൂറത്തുൽ ഖാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് ഈ സൂറത്ത് ഹിഫ്ളായിരുന്നു എന്നാണ് അവര് എപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നല്ലാതെ ഞാനിത് സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഖുർആനിൽ ഹിസ്ബാക്കുക എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിസ്ബ്? 48 ഹിസ്ബാണുള്ളത് ഖുർആന്. ഓക്കെ, നമ്മള് ജുസുകളല്ലേ നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളത്, 30 ജുസ്. എന്നാൽ ഹിസ്ബ് എന്ന് പറഞ്ഞിട്ടാണ് ഹിഫ്ള് എടുക്കുന്ന ആളുകൾ അതിനെ പാരായണം ചെയ്യുക. അപ്പൊ സൂറത്തുൽ ഖാഫ് മുതൽ എൻഡിങ് വരെ ഇനിയുള്ളത് ഒരൊറ്റ ഹിസ്ബായിട്ടാണ് അവർ കണക്ക് കൂട്ടാറുള്ളത് എന്നാണ്. ഓക്കെ, ഹിഫ്ള് എടുക്കുമ്പോഴാണ് ഈ ഹിഫ്ളാക്കുന്ന ആളുകളാണ് ഹിസ്ബാക്കിയിട്ട് ഓതുക. കാരണം ഒരു ദിവസം ഇത്ര ഭാഗം ഓതി പൂർത്തിയാക്കുക എന്നുള്ളതുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് മാറ്റിയതാ. ഈ 30 ജുസാക്കിയിട്ടാകുമ്പോൾ ഒരുപാടുണ്ടല്ലേ, അപ്പം അതിനെ 48 ആക്കിയിട്ട് മാറ്റി. 48, 30 അല്ല, 48 ആക്കിയിട്ട് ഖുർആനിനെ ഭാഗം ചെയ്തിട്ടുണ്ട്. 53 ഹിസ്ബ് എന്നാണല്ലോ കാണിക്കണേ ഖുർആനില്. ഹിസ്ബ് 53 എന്നാണ് എഴുതിക്കുന്നത്. അത് 48 വരെയാണ് സഹാബികൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഖാഫ് മുതലാണ് അവസാനം വരെ ഒരൊറ്റ ഹിസ്ബായിട്ടാണ് സഹാബികൾ കണക്ക് കൂട്ടാറുണ്ടായത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. എന്നാൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് സത്യനിഷേധികൾ പറഞ്ഞു, ഇത് അത്ഭുതകരമായ കാര്യമാകുന്നു. നാം മരിച്ചു മണ്ണായി കഴിഞ്ഞിട്ടോ ഒരു ജന്മം അത് വിദൂരമായ ഒരു മടക്കമാകുന്നു. അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നാം അറിഞ്ഞിട്ടുണ്ട്. തീർച്ച നമ്മുടെ അടുക്കൽ വിവരങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥവുമുണ്ട്. എന്നാൽ സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവർ അത് നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ഇളകിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതമായ ഒരു നിലപാടിലാകുന്നു. അവർക്ക് മുകളിലുള്ള ആകാശത്തേക്ക് അവർ നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് നാം അതിനെ നിർമ്മിക്കുകയും അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന്. അതിന് വിടവുകളൊന്നുമില്ല. ഭൂമിയാകട്ടെ നാം അതിനെ വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ നാം സ്ഥാപിക്കുകയും കൗതുകമുള്ള എല്ലാ സസ്യവർഗ്ഗങ്ങളും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിലേക്ക് മടങ്ങുന്ന ഏതൊരു ദാസനും കണ്ടു മനസ്സിലാക്കുവാനും അനുസരിക്കുവാനും അനുസ്മരിക്കുവാനും വേണ്ടി ആകാശത്ത് നിന്ന് നാം അനുഗ്രഹീതമായ വെള്ളം വർഷിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം മുളപ്പിക്കുകയും ചെയ്തു. അടുക്കടുക്കായി കുലകളുള്ള ഉയരമുള്ള ഈന്തപ്പനകളും നമ്മുടെ ദാസന്മാർക്ക് ഉപജീവനമായിട്ടുള്ളത് എത്രയാവ. നിർജീവമായ നാടിനെ അതുമൂലം നാം ജീവനുള്ളതാക്കുകയും ചെയ്തു. അപ്രകാരം തന്നെയാണ് ഖബറുകളിൽ നിന്നുള്ള പുറപ്പാട്. ഇവരുടെ മുമ്പ് നൂഹിന്റെ ജനതയും റസ്സുകാരും സമൂദ് സമുദായം സത്യം നിഷേധിക്കുകയുണ്ടായി. ആദ് സമുദായം ഫിറഔൻ ലൂത്തിന്റെ സഹോദരങ്ങളും മരക്കൂട്ടങ്ങൾക്കിടയിൽ വസിച്ചിരുന്നവരും തുബൈന്റെ ജനതയും ഇവരെല്ലാം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. അപ്പോൾ അവരിൽ എന്റെ താക്കീത് സത്യമായി പുലർന്നു. അപ്പോൾ ആദ്യ തവണ സൃഷ്ടിച്ചത് കൊണ്ട് നാം ക്ഷീണിച്ചു പോയോ? അല്ല, അവർ പുതിയൊരു സൃഷ്ടിപ്പിനെ പറ്റി സംശയത്തിലാകുന്നു. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. നാം അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം. അവർ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ അത് കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്യും. അതാകുന്നു താക്കീതിന്റെ ദിവസം. കൂടെ ഒരു ആനയിക്കുന്നവനും ഒരു സാക്ഷിയുമായിട്ടുള്ള നിലയിലായിരിക്കും ഏതൊരാളും അന്ന് വരുന്നത്. അന്ന് സത്യനിഷേധിയോട് പറയപ്പെടും, തീർച്ചയായും നീ ഇതിനെപ്പറ്റി അശ്രദ്ധയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്നിൽ നിന്ന് നിന്റെ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു. അവന്റെ സഹചാരി മലക്ക് പറയും, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറായിട്ടുള്ളത് രേഖ. അള്ളാഹു ആ മലക്കുകളോട് കൽപ്പിക്കും, സത്യനിഷേധിയും ധിക്കാരിയുമായിട്ടുള്ള ഏതൊരുത്തനെയും നിങ്ങൾ നരകത്തിൽ ഇട്ടേക്കുക. അതായത് നന്മയെ മുടക്കുന്നവനും അതിക്രമകാരിയും സംശയാലുവുമായ ഏതൊരുത്തനെയും. അതെ, അള്ളാഹുവോടൊപ്പം വേറെ ദൈവത്തെ സ്ഥാപിച്ച ഏതൊരുവനെയും. അതിനാൽ കഠിനമായ ശിക്ഷയിൽ അവനെ നിങ്ങൾ ഇട്ടേക്കുക. അവന്റെ കൂട്ടാളി പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞാൻ അവന് വഴി തെറ്റിച്ചിട്ടില്ല. പക്ഷെ അവൻ വിദൂരമായ ദുർമാർഗത്തിലായിരുന്നു. അള്ളാഹു പറയും, നിങ്ങൾ എന്റെ അടുക്കൽ തർക്കിക്കേണ്ട, മുമ്പേ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എന്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല. ഞാൻ ദാസന്മാരോട് ഒട്ടും അനീതി കാണിക്കുന്നവനുമല്ല. നീ നിറഞ്ഞു കഴിഞ്ഞോ എന്ന് നാം നരകത്തോട് പറയുകയും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് നരകം പറയുകയും ചെയ്യുന്ന ദിവസത്തിൽ അത്രേ അത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലെയല്ലാത്ത വിധം സ്വർഗം അടുത്തുകൊണ്ട് വരുത്തപ്പെടുന്നതാണ്. അവരോട് പറയപ്പെടും, അള്ളാഹുങ്കിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതാകുന്നു അത്. അതായത് അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ വായ്പാടോടും താഴ്മയോടും താഴ്മയുള്ള ഹൃദയത്തോടും കൂടി വരികയും ചെയ്യുന്നവന് അവരോട് പറയപ്പെടും, സമാധാനപൂർവ്വം നിങ്ങൾ ഇതിൽ പ്രവേശിച്ചു കൊള്ളുക. ശാശ്വതവാസത്തിനുള്ള ദിവസമാകുന്നു അത്. അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്ന എന്തും ഉണ്ടായിരിക്കും. നമ്മുടെ പക്കലാകട്ടെ കൂടുതൽ പലതുമുണ്ട്. ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഇവരേക്കാൾ കടുത്ത കയ്യൂക്കുള്ളവരായിരുന്നു. എന്നിട്ട് അവർ നാടുകളിലാകെ ചികഞ്ഞു നോക്കി രക്ഷ പ്രാപിക്കാൻ വല്ല ഇടവുമുണ്ടോ എന്ന്. ഹൃദയമുള്ളവനായി ഇരിക്കുകയോ മനസാന്നിധ്യത്തോടു കൂടി ചെവി കൊടുത്ത് കേൾക്കുകയോ ചെയ്യുന്നവന് തീർച്ചയായും അതിൽ ഒരു ഉത്ബോധനമുണ്ട്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടുമില്ല. അതിനാൽ അവർ പറയുന്നതിന്റെ പേരിൽ നീ ക്ഷമിച്ചുകൊള്ളുക. സൂര്യോദയത്തിനു മുമ്പും അസ്തമയത്തിനു മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ നിന്ന് കുറച്ചു സമയം അവനെ പ്രകീർത്തിക്കുക, സാഷ്ടാംഗ നമസ്കാരത്തിന് ശേഷമുള്ള സമയങ്ങളിലും. അടുത്തൊരു സ്ഥലത്ത് നിന്ന് പറയുന്നവൻ വിളിച്ചു പറയുന്ന ദിവസത്തെപ്പറ്റി ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ആ ഘോര ശബ്ദം യഥാർത്ഥമായും അവർ കേൾക്കുന്ന ദിവസം. അതത്രേ ഖബറുകളിൽ നിന്നുള്ള പുറപ്പാടിന്റെ ദിവസം. തീർച്ചയായും നാം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചെത്തലും. അവരെ വിട്ട് ഭൂമി പിളർന്നു മാറിയിട്ട് അവർ അതിവേഗം വരുന്ന ദിവസം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു ഒരുമിച്ച് കൂട്ടലാകുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നതിനെ പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നീ അവരുടെ മേൽ സ്വേച്ഛാധികാരം ചെലുത്തേണ്ടതില്ല. അതിനാൽ എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ ഖുർആൻ മുഖേന നീ ഉത്ബോധിപ്പിക്കുക. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിൽ മിമ്പറിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയത് എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ
സ്വർഗത്തിനെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതിലൂടെ ചെയ്തത്. ഓക്കെ, അടുത്തത് സൂറത്ത് ദാരിയാത്താണ്. വിതറുന്നവ എന്നാണ് സൂറത്തുൽ ദാരിയാത്തിന്റെ അർത്ഥം. മക്കയിലാണ് അവതരിച്ചത്. 60 ആയത്തുകളാണുള്ളത് കേട്ടോ. അതായത് കാറ്റുകളെ പൊടി വിതറുന്ന കാറ്റുകളെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഈ പേര് നൽകിയത്. ഓക്കെ, നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് സൂറത്ത്. അപ്പൊ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് മക്കയിൽ വെച്ചാണ്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശക്തിയായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം. ജലഭാരം വഹിക്കുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം. നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന കപ്പലുകൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവൻ മലക്കുകൾ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം സത്യമായിട്ടുള്ളത് തന്നെയാകുന്നു. തീർച്ചയായും ന്യായവിധി സംഭവിക്കുന്നത് തന്നെയാകുന്നു. വിവിധ പദങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ അഭിപ്രായത്തിലാകുന്നു. സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവൻ അതിൽ നിന്ന് ഖുർആനിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു. ഊഹാപോഹക്കാർ ശപിക്കപ്പെടട്ടെ. വിവരക്കേടിൽ മതിമറന്നു കഴിയുന്നവർ. ന്യായവിധിയുടെ നാൾ എപ്പോഴായിരിക്കും എന്നവർ ചോദിക്കുന്നു. നരകാഗ്നിയിൽ അവർ പരീക്ഷണത്തിന് വിധേയമാകുന്ന ദിവസമത്രേ അത്. അവരോട് പറയപ്പെടും, നിങ്ങൾക്കുള്ള പരീക്ഷണം നിങ്ങൾ അനുഭവിച്ചു കൊള്ളുവിൻ. നിങ്ങൾ എന്തൊന്നിന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ ഇത്. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും അവർ അതിനു മുമ്പ് സദ്വൃത്തരായിരുന്നു. രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും ഒരു അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും. ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ? ആകാശത്ത് നിങ്ങൾക്കുള്ള ഉപജീവനവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട്. എന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ തീർച്ചയായും ഇത് സത്യമാകുന്നു. ഇബ്രാഹിമിന്റെ മാന്യരായ അതിഥികളെ പറ്റിയുള്ള വാർത്ത നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? അവർ അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു വന്നിട്ട് സലാം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സലാം, നിങ്ങൾക്ക് അപരിചിതമായ ആളുകളാണല്ലോ. സലാം, നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ. അനന്തരം അദ്ദേഹം ധൃതിയിൽ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഒരു തടിച്ച കാളക്കുട്ടിയെ വേവിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവർ അത് അവരുടെ അടുത്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിന്നുന്നില്ലേ? അപ്പോൾ അവരെപ്പറ്റി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം കടന്നുകൂടി. അവർ പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട. അദ്ദേഹത്തിന് ജ്ഞാനിയായ ഒരു ആൺകുട്ടിയെപ്പറ്റി അവർ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉച്ചത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിയിട്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് തന്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു, വന്ധ്യയായ ഒരു കിഴവിയാണോ പ്രസവിക്കാൻ പോകുന്നത്? അവർ ദൂതന്മാർ പറഞ്ഞു, അപ്രകാരം തന്നെയാകുന്നു നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അവൻ തന്നെയാകുന്നു യുക്തിമാനും ജ്ഞാനിയും ആയിട്ടുള്ളവൻ. അദ്ദേഹം ചോദിച്ചു, ഹേ ദൂതന്മാരെ, അപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടതാകുന്നു. കളിമണ്ണ് കൊണ്ടുള്ള കല്ലുകൾ ഞങ്ങൾ അവരുടെ നേരെ അയക്കുവാൻ വേണ്ടി, അതിക്രമകാരികൾക്ക് വേണ്ടി തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളപ്പെടുത്തിയ കല്ലുകൾ. അപ്പോൾ സത്യവിശ്വാസികളിൽ പെട്ടവരായി അവിടെ ഉണ്ടായിരുന്നവരെ നാം പുറത്തു കൊണ്ടുവന്നു രക്ഷപ്പെടുത്തി. എന്നാൽ മുസ്ലിങ്ങളുടേതായ ഒരു വിടവല്ലാതെ നാം അവിടെ കണ്ടെത്തിയില്ല. വേദനയേറെ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തു. മൂസയുടെ ചരിത്രത്തിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ. വ്യക്തമായ ആധികാരിക പ്രമാണവുമായി ഫിറഔന്റെ അടുത്തേക്ക് നാം അദ്ദേഹത്തെ നിയോഗിച്ച സന്ദർഭം. അപ്പോൾ അവൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. മൂസ ഒരു ജാലവിദ്യക്കാരനോ അല്ലെങ്കിൽ ഭ്രാന്തനോ ആണ് എന്ന് അവർ പറയുകയും ചെയ്തു. എന്നാൽ അവനെയും അവന്റെ സൈന്യങ്ങളെയും നാം പിടികൂടുകയും എന്നിട്ട് അവരെ കടലിലെറിയുകയും ചെയ്തു. അവൻ തന്നെയായിരുന്നു ആക്ഷേപാർഹൻ. ആദ്യ സമുദായത്തിലും ദൃഷ്ടാന്തമുണ്ട്. വന്ധ്യമായ കാറ്റ് അവിടെ നാം അവരുടെ നേരെ അയച്ച സന്ദർഭം. ആ കാറ്റ് ഏതൊരു വസ്തുവിന്മേൽ ചെന്നെത്തിയോ അതിനെ ഉപദ്രവിച്ച് തുരുമ്പ് പോലെ ആക്കാതെ അത് വിടുമായിരുന്നില്ല. സമൂത് ജനതയിലും ദൃഷ്ടാന്തമുണ്ട്. ഒരു സമയം വരെ നിങ്ങൾ സുഖം അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം. എന്നിട്ട് അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്കെതിരായി അധികാരം കൈക്കൊണ്ടു. എന്നാൽ അവർ നോക്കിക്കൊണ്ടിരിക്കെ നാം ആ ഘോരനാഥം അവരെ പിടികൂറി. അപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോകാൻ കഴിവുണ്ടായിരുന്നില്ല. അവർ രക്ഷാ നടപടികൾ എടുക്കുന്നവരുമായതുമില്ല. അതിനു മുമ്പ് നൂഹിന്റെ ജനതയെയും നാം നശിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അവർ അധർമ്മകാരികളായ ഒരു ജനതയായിരുന്നു. ആകാശങ്ങളാകട്ടെ നാം അതിനെ കരങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു. തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു. ഭൂമിയാകട്ടെ നാം അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. എന്നാൽ അത് വിധാനിച്ചവൻ എത്ര നല്ലവൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ടിണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്ന് വ്യക്തമായ താക്കീതുകാരനാകുന്നു. അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു. അപ്രകാരം തന്നെ ഇവരുടെ പൂർവികന്മാരുടെ
റസൂൽമാരുടെ അടുത്ത് ഏതൊരു റസൂൽ വന്നപ്പോഴും ജാലവിദ്യക്കാരനെന്നും അവാന്തരെന്നും അവർ പറയാതിരുന്നിട്ടില്ല. അതിനങ്ങനെ പറയണമെന്ന് അവർ അന്യോന്യം വസിയത്ത് ചെയ്തിരിക്കുകയാണോ? അല്ല, അവർ അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു. ആകയാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. നീ ആക്ഷേപാർഹനല്ല. നീ ഉത്ബോധിപ്പിക്കുക. തീർച്ചയായും ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും. തീർച്ചയായും ഇന്ന് അക്രമം ചെയ്തവർക്ക് പൂർവികരായ തങ്ങളുടെ കൂട്ടാളികൾക്ക് ലഭിച്ച വിഹിതം പോലെയുള്ള വിഹിതം തന്നെയുണ്ട്. അതിനാൽ എന്നോട് അവർ ധൃതി കൂട്ടാതിരിക്കട്ടെ. അപ്പോൾ തങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന ആ ദിവസം നിമിത്തം സത്യനിഷേധികൾക്ക് നാശം. അടുത്തത് സൂറത്ത് തൂറാണ്. തൂർ പർവ്വതത്തിനെ കുറിച്ചാണ്. മക്കയിലാണ് അവതരിച്ചത്. 49-ാമത്തെ ആയത്താണുള്ളത്. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റിന് ശേഷം ബദർ വരെ പിന്നെ ജുബൈറുബിന് മുത്ത് എന്ന് പറഞ്ഞ അവര് മുശ്രിക്കായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ യുദ്ധത്തിൽ പിടിച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെ അവരുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ജുബൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ സൂറത്തുൽ തൂറാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്. അത് കേട്ടപ്പോൾ എന്റെ അള്ളാഹുവിന്റെ ശിക്ഷ അദ്ദേഹത്തിൽ ബാധിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൂർ പർവ്വതം തന്നെയാണ് സത്യം. എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. നിവർത്തി വെച്ച തൂലികകളിൽ അധിവാസമുള്ള മന്ദിരം അത് അൽ ബൈത്തുൽ മഅ്മൂറിൽ തന്നെയാണ് സത്യം. ഓക്കെ. ബൈത്തുൽ മഅ്മൂർ അറിയാലോ അല്ലേ? ബൈത്തുൽ മൈമൂർ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു തരുന്നു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് സിംഹാസനം അല്ല അതായത് കാബ ഷെരീഫിന്റെ മുകളിലായിക്കൊണ്ട് പിന്നെ മലക്കുകൾ പിന്നെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ഒരു മന്ദിരം ആകാശങ്ങൾക്ക് മുകളിലുണ്ട്. ഓക്കെ. അത് ബൈത്തുൽ മഅ്മൂറാണ് അത്. ഓക്കെ. അതിനെ ഇതേപോലെ തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മലക്കുകൾ. ഓക്കെ. നമുക്ക് മനുഷ്യർക്ക് തവാഫ് ചെയ്യാന് പിന്നെ നമുക്ക് കാബ ഷെരീഫ് ആണെന്നുണ്ടെങ്കിൽ മലക്കുകൾക്ക് തവാഫ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ് ബൈത്തുൽ മഅ്മൂർ. ഓക്കെ. അതിൽ നിന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മിഹ്റാജിന്റെ രാവിലെ പോയ സമയത്ത് അവിടെ ബൈത്തുൽ മഅ്മൂറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി എന്നാണ് പറയുന്നത്. ഓക്കെ. അവിടെ എല്ലാ ദിവസവും ദിനം പ്രതി 70,000 മലക്കുകൾ അതിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവർ അതിലേക്ക് തിരിച്ചു മടങ്ങി വരൂല എന്നാണ്. അപ്പം 70,000 മലക്കുകൾ ഓരോ ദിവസവും അതിനെ വലം വെക്കുന്നുണ്ട്. ഓക്കെ. ലോകാവസാനം വരെ ആ ബൈത്തുൽ മഅ്മൂറിനെ 70,000 മലക്കുകൾ ദിവസവും വലം വെക്കുന്നുണ്ട്. ആ മലക്കുകൾ ഒരു പ്രാവശ്യം വലം വെച്ച മലക്കുകൾ പിന്നീട് അവിടെ പിന്നീട് വലം വെക്കുന്നുണ്ട്. അർത്ഥം മന്ദിരം. അപ്പം അതിന് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ മന്ദിരം പിന്നെ അധിവാസമുള്ള മന്ദിരം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമൊക്കെ. അതായത് ബൈത്ത് വീട് അധിവാസം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. അത് എല്ലാ ദിവസവും അതിന് 70,000 മലക്കുകൾ അതിനെ വലം വെക്കുന്നുണ്ട്. ഓക്കെ. അത് നിറഞ്ഞിരിക്കുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അത് തന്നെയാണ് സത്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് സത്യം. ആകാശത്താണോ അവിടെ? ഞാൻ പറഞ്ഞില്ലേ 7-ാം ആകാശത്താണെന്ന്. ക്ലാസ്സിന്റെ ഇടയിൽ സംസാരിക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞോളൂ. പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു 7-ാം ആകാശത്താണ് എന്ന്. ആ 7-ാം ആകാശത്തിന് മുകളിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിയത്. ആ സമയത്ത് അവിടെ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഓക്കെ.
അത് നമുക്ക് കാണാൻ കഴിയാത്ത ഹൈബിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യമാണത്. അത്രേ ഉള്ളൂ. ഓക്കെ, അതിന്റെ മുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് കിട്ടൂല, ഉത്തരം കിട്ടൂല. അള്ളാഹു ആലം. ആദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉയർത്തപ്പെട്ട മേൽപ്പൂര ആകാശം തന്നെയാണ് സത്യം, നിറഞ്ഞ സമുദ്രം തന്നെയാണ് സത്യം. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു, അത് തടുക്കാൻ ആരും തന്നെയില്ല. ആകാശശക്തിയായി പ്രകമ്പനം കൊള്ളുന്ന ദിവസം, പർവ്വതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങി സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം, അന്നേ ദിവസം സത്യനിഷേധികൾക്കാകുന്നു നാശം. അതായത് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. അവർ നരകാഗ്നിയിലേക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞിരുന്ന നരകം. അപ്പോൾ ഇത് മായാജാലമാണോ, അതെല്ലാം നിങ്ങൾ കാണുന്നില്ലേന്നുണ്ടോ? നിങ്ങൾ അതിൽ കടന്നെരിഞ്ഞുകൊള്ളുക, എന്നിട്ട് നിങ്ങൾ അത് സഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കാതിരിക്കുക. അത് രണ്ടും നിങ്ങൾക്ക് സമമാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ സ്വർഗ്ഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും. തങ്ങളുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായിട്ട് ജ്വലിക്കുന്ന നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അവരുടെ രക്ഷിതാവ് അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അവരോട് പറയപ്പെടും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സുഖമായി തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. വരിവരിയായിട്ട് കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരണികളെ നാം അവർക്ക് ഇണചേർത്ത് കൊടുക്കുകയും ചെയ്യും. ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിരുന്നോ, അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ്. അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും നാം അവർക്ക് കുറവ് വരുത്തുകയില്ല. ഏതൊരു മനുഷ്യനും താൻ സമ്പാദിച്ചു വെച്ചതിന് സ്വന്തം കർമ്മങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മള് ഒരു തിന്മ ചെയ്താല് അത് നമ്മള് കടം കൊടുത്തതാണ്, പണയം വെച്ചതാണ്. ആ പണയം വെച്ചത് കൊണ്ട് തന്നെ ആ പണയം തിരിച്ച് നമ്മളിലേക്ക് മടങ്ങി വരും എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളൊരു തിന്മ ചെയ്താൽ നമ്മളെ വീടിന്റെ മതിലെങ്കിലും നമ്മളോട് കണക്ക് പറയുന്നതാണ്. ഓക്കെ, മതിലെങ്കിലും തിരിച്ചും കണക്ക് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് നമ്മൾ പണയം വെക്കപ്പെട്ടവരാണ് നമ്മൾ ചെയ്ത തിന്മകൾക്ക് എന്നാണ്. അത് പോകൂല എന്നാണ്. അത് പണയം വെച്ചത് അത് എന്തായാലും അതിന്റെ ശിക്ഷ എന്തായാലും ഭൂമിയിൽ വെച്ചായിട്ട് അനുഭവിക്കും. എന്നാൽ പരലോകത്ത് വെച്ചുള്ള ശിക്ഷയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇസ്തിഗ്ഫാർ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് വിടുതൽ നേടുന്നത്. എന്തായാലും അതിന്റെ ഫലം നമ്മൾ കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അത് കടം കൊടുത്തത് തിരിച്ചു മടങ്ങും എന്നാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകും എന്ന് പറയുന്നത്, അവിടെ പിന്നെ ഹൂർലിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം പുരുഷന്മാർക്ക് ഹൂർലിങ്ങൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം എല്ലാ സ്ത്രീകൾക്കുള്ള ഒരു സംശയമാണ്, അവിടെ പുരുഷന്മാർക്ക് മാത്രം ഒരുപാട് ഇണകളൊക്കെ കിട്ടും, നമ്മള് മാത്രം എന്താ, നമ്മളെ കുറിച്ചിട്ടെന്തോ എന്താ പറയാത്തത് എന്നുള്ളത്. ഓക്കെ, അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാല്, ഭൂമിയിലെ ഏറ്റവും സത്യവിശ്വാസികളായ സ്ത്രീകള് നാളെ പരലോകത്ത് ഹൂർലിങ്ങളെക്കാളും മുകളിലായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഓക്കെ, ഹൂർലിങ്ങള് നമ്മളെ നാട്ടിലെ അടിമകൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒന്നായിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഭൂമിയിലെ സത്യവിശ്വാസിനികളായ സ്ത്രീകള് പരലോകത്ത് അവരെക്കാളും മുകളിലായിരിക്കും അവരുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കിട്ടുന്നതാണ്, ഭൂമിയിലെ സത്യവിശ്വാസികളായ സ്ത്രീകളെ കിട്ടുന്നതാണ് ഹൂർലിങ്ങളെ കിട്ടുന്നതിനേക്കാളും ഉന്നതമായ സ്ഥാനം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഹൂർലിങ്ങളെ നമുക്ക് അടിമകളെ കിട്ടുന്ന മാതിരിയായിരിക്കും പരലോകത്ത് കിട്ടുക. എന്നാല് നമ്മള് സത്യവിശ്വാസിനികളായ സ്ത്രീകള് പരലോകത്ത് അത്രയും ഉന്നതമായ നിലയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാര് അവരെയാണോ, ഹൂർലിങ്ങളെ നോക്കിയിട്ടാണോ പോവുക, അതോ അവരവരുടെ ഭാര്യമാര് അവിടെ സ്വർഗത്തില് അത്രയും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരെയാണോ അവർ നോക്കിക്കാണുക? നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉള്ള സ്ഥാനം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും പുരുഷന്മാരുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഹൂർലിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരോട് പറയുന്നവര്, അവർ ശരിക്കും അങ്ങനെ ഹൂർലിങ്ങളെ കിട്ടുന്നവര് എന്താണ്, ഒരു സാധാരണ ഒരു നാട്ടില് ഒരു ഇതിന് കിട്ടുന്നത് പോലെയാണ്. എന്നാൽ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ കിട്ടുന്ന പുരുഷനായിരിക്കും അവിടെ എന്തായിരിക്കുക, ഏറ്റവും ഉന്നതമായ സ്റ്റേറ്റിലുള്ളവർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനം അവിടെ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ സന്താനങ്ങളും അതുപോലെ തന്നെ വിശ്വാസത്തിൽ പിന്തുടരുന്ന സന്താനങ്ങളും നാളെ പരലോകത്ത് നമ്മളോടൊപ്പം ചേരും എന്നുള്ളതാണ്. ഓക്കെ, അവർ കൊതിക്കുന്ന തരത്തിലുള്ള പഴവും മാംസവും നാം അവർക്ക് അധികമായി നൽകുകയും ചെയ്യും. അവിടെ അവർ പാനപാത്രവും അന്യോന്യം കൈമാറിക്കൊണ്ടിരിക്കും. അവിടെ അനാവശ്യവാക്കോ അധാർമിക വൃത്തിയോ ഇല്ല. അവർക്ക് പരിചരണത്തിനായി ചെറുപ്പക്കാർ അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അവർ
സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയായിരിക്കും. പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവരിൽ ചിലർ ചിലരെ അഭിമുഖീകരിക്കും. അവർ പറയും, തീർച്ചയായും നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഭയഭക്തിയുള്ളവരായിരുന്നു. അതിനാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുകയും രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. തീർച്ചയായും നാം മുമ്പേ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഔദാര്യവാനും കരുണാനിധിയും. ആകയാൽ നീ ഉത്ബോധനം ചെയ്യുക, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ഒരു ജ്യോത്സ്യനോ ഭ്രാന്തനോ അല്ല. അതല്ല, മുഹമ്മദ് ഒരു കവിയാണ്, അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത്? നീ പറഞ്ഞേക്കുക, നിങ്ങൾ കാത്തിരുന്നോളൂ, തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അതല്ല, അവരുടെ മനസ്സുകൾ അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ? അതല്ല, അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയാണോ? അതല്ല, അദ്ദേഹം നബി അത് കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്ന് അവർ പറയുകയാണോ? അല്ല, അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ സത്യവാന്മാരാണെങ്കിൽ ഇതുപോലുള്ള ഒരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ. അതല്ല, യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അതല്ല, അവരുടെ പക്കലാണോ നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ? അതല്ല, അവരാണോ അധികാരം നടത്തുന്നവർ? അതല്ല, അവർക്ക് ആകാശത്ത് നിന്ന് വിവരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ വല്ല കോണിയുമുണ്ടോ? എന്നാൽ അവരിലെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആൾ വ്യക്തമായ വല്ല പ്രമാണവും കൊണ്ടുവരട്ടെ. അതല്ല, അവന് അള്ളാഹുവിനുള്ളത് പെൺമക്കളും നിങ്ങൾക്കുള്ളത് ആൺമക്കളുമാണോ? അതല്ല, നീ അവരോട് വല്ല പ്രതിഫലം ചോദിച്ചിട്ട് അവർ കടബാധ്യതയാൽ ഭാരം പേറിക്കൊണ്ടിരിക്കുന്നവരാണോ? അതല്ല, അവർക്ക് അദൃശ്യജ്ഞാനം കരഗതമാകുകയും അവർ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ടോ? അതല്ല, അവർ വല്ല കുതന്ത്രവും നടത്താൻ ഉദ്ദേശിക്കുകയാണോ? എന്നാൽ സത്യനിഷേധികൾ ആരോ അവർ തന്നെയാണ് കുതന്ത്രത്തിൽ ആകപ്പെടുന്നവർ. അതല്ല, അവർക്ക് അള്ളാഹു അല്ലാത്ത വല്ല ആരാധ്യനുമുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനായിരിക്കുന്നു. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും, അത് അടുക്കടുക്കായ മേഘമാണെന്ന്. അതിനാൽ അവർ ബോധരഹിതരായി വീഴ്ത്തപ്പെടുന്ന ദിവസം ആ ദിവസം അവർ കണ്ടുമുട്ടുന്നത് വരെ നീ അവരെ വിട്ടേക്കുക. അവരുടെ കുതന്ത്രം അവർക്ക് ഒട്ടും പ്രയോജനം ചെയ്യാത്ത, അവർക്ക് സഹായം ലഭിക്കാത്തൊരു ദിവസം. തീർച്ചയായും അക്രമം പ്രവർത്തിച്ചവർക്ക് അതിനു പുറമേയും ശിക്ഷയുണ്ട്. പക്ഷെ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് നീ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു. നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ കുറച്ചു സമയം നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. അടുത്തത് സൂറത്തുൻ നജ്മാണ്, നക്ഷത്രമാണ് കേട്ടോ. നജ്മ് നക്ഷത്രം എന്നാണ് അർത്ഥം. മക്കയിൽ അവതരിച്ച തന്നെയാണ്. 62 ആയത്തുകളാണുള്ളത്. ഇത് പിന്നെ സൂറത്തില് സുജൂദ് ചെയ്യേണ്ട ആയത്തുണ്ട്. ഓക്കെ, ഈ സുജൂദ് ചെയ്യുന്ന ഈ ആയത്താണ് പിന്നെ ആദ്യമായിട്ട് സുജൂദിന്റെ ആയത്തായിട്ട് ഇറങ്ങിയത്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഓതിക്കൊണ്ടിരിക്കെ സുജൂദിലേക്ക് പോയി. ഓക്കെ, അതില് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ്. ആ മനുഷ്യൻ ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് അതിന്മേൽ സുജൂദ് ചെയ്യാണ് ചെയ്തത് എന്ന്. പിന്നീട് അയാൾ അവിശ്വാസിയായ നിലയിൽ കൊല്ലപ്പെട്ടതായി ഞാൻ കാണുകയുണ്ടായി എന്ന് സഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചത് അത് അതുപോലെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിൽ നമ്മൾക്കൊരു വസ്വാസ്, നമുക്കൊരു ഒരു പിന്നെ അത് ചെയ്യുന്നതിന് പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മള് എല്ലാവരുടെയും ഒപ്പം നിൽക്കാതെ എന്ന് പ്രത്യേകമായിട്ട് ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ചില ആളുകളൊക്കെ പള്ളികളിലൊക്കെ കാണാം. അതൊക്കെ ശരിക്കും അതൊക്കെ ശരിയായൊരു മെത്തേഡാണോ എന്ന് എനിക്കറിയില്ല, അല്ലാഹു ആലം. പക്ഷെ എല്ലാവരും പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിപ്പച്ചെറുപ്പങ്ങളോ അവിടെ പിന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരാൾക്ക് ഭയങ്കര നല്ല സ്റ്റാൻഡേർഡിൽ നല്ല സ്റ്റൈലിൽ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ സാധാരണമായി ഇരിക്കുക എന്നൊക്കെ കാണാറുണ്ട്. അത് പുരുഷന്മാർക്കിടയിൽ കാണൂല, സ്ത്രീകൾക്കിടയിലാണ് അത് കാണുന്നത്. ഭയങ്കര വസ്വാസ് കാണിക്കുകയും അവിടെ പിന്നെ ഭയങ്കര വൃത്തിയും നമ്മളൊരു ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുന്ന രീതിയിലൊക്കെ. അതൊക്കെ ശരിയായ മെത്തേഡാണെന്ന് അല്ലാഹു ആലം. എല്ലാവരും അവിടെ ഒരുപോലെയാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ അവിടെ വന്നാൽ മതി. അല്ലാത്തവർ വീട്ടിലിരുന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി. ഓക്കെ, അവിടെ ഒരു വലിപ്പച്ചെറുപ്പം കാണിക്കേണ്ട ഒരു സ്ഥലം എന്നല്ല പള്ളി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ അതൊക്കെ എല്ലാവരും ഒരുപോലെ ആയിട്ട് നമ്മൾ പള്ളിയിൽ കാണണം. ഓക്കെ, അതുപോലെ കുട്ടികൾ പള്ളിയിൽ വന്നാല് ഭയങ്കരമായിട്ട് പിന്നെ ഒച്ച വെക്കുകയും കുട്ടികൾ വന്നതിനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പള്ളികളിൽ കാണാം. ഓക്കെ, കുട്ടികൾ ഒച്ച വെക്കുന്നതിനും കുട്ടികളെ ശബ്ദം ഉണ്ടാക്കുന്നതിനും കുട്ടികൾ ഓടി നടക്കുന്നതിനും കുട്ടികളെ കൊണ്ടുവന്നതിനൊക്കെ നല്ല ചീത്ത പറയും ചില ആളുകളൊക്കെ കുട്ടികളെ കൊണ്ടുവന്നതിനൊക്കെ. നാളത്തെ തലമുറയാണത്. ഓക്കെ,
അവര് കണ്ടു വളരേണ്ടത് ഇതാണ്. അവരിത് കാണിക്കാതെ അവർ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ മാത്രം നിസ്കരിച്ച് നടക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ശേഷം ഒരു തലമുറ വരാനുണ്ടാവില്ല പള്ളിയിലേക്ക് വരാൻ. അവർക്ക് ചെറുപ്പം മുതൽ തന്നെ പള്ളിയുമായിട്ടുള്ള ബന്ധം കാണിച്ചു കൊടുക്കുകയും അവരതുമായിട്ട് ചേർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയിൽപ്പെട്ടതാണ്. കുട്ടികൾ പള്ളിയിൽ വരുമ്പം അതിനെ എന്തോ ഒരു അവജ്ഞയോട് കൂടി കാണുകയും അവരെ ഒച്ച വെച്ച് അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന പല പള്ളികളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം നാളെ ഒരു തലമുറ നമുക്ക് ശേഷം ഇനി വരൂല എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും കുട്ടികൾ വരാറുണ്ടായിരുന്നു പള്ളിയിൽ. അവരെ സ്ത്രീകൾക്ക് പിന്നിലായിട്ട് നിർത്താറുണ്ടായിരുന്നു. കുട്ടികൾ ശബ്ദം ഉണ്ടാക്കും, കുട്ടികൾ സംസാരിക്കും, കുട്ടികൾ കളിക്കും. പക്ഷെ അതിന്റെ ഇടയിലും അവര് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ നമസ്കാരവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും അതിന്റെ രീതിയൊക്കെ അവർ പഠിക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം അവർ നമ്മളെ കൂടെ തന്നെ നമസ്കരിക്കാൻ അവർ ഒരു പ്രയാസമില്ലാതെ അവർ ചെയ്യും. പക്ഷെ അവരെ മാറ്റി നിർത്തിയാല് പിന്നീട് ഒരിക്കലും അവര് നമ്മളുടെ ഒരു ഇൽമ അവര് എടുക്കൂല. അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവര് പള്ളിയിലേക്ക് വരുന്നതിന് ഭയങ്കര ഒരു മടി പോലെയായിട്ട് പിന്നീട് മാറും. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. നമ്മളിൽ പല ആളുകളുണ്ട് കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അവർ നമസ്കാരത്തിന്റെ ഭയങ്കര ഉന്നതിയിൽ നിൽക്കുന്ന പോലെയാണ്. ബാക്കിയുള്ളവരൊക്കെ ഒന്നുമില്ലാത്ത ആളുകളെ പോലെയൊക്കെ ഈ കുട്ടികളുമായിട്ട് വരുന്ന ആളുകളൊക്കെ അവജ്ഞയോട് കൂടി നോക്കുകയും കുട്ടികളെ പുറത്താക്കിയിട്ട് വാതിലടക്കുകയൊക്കെ ചെയ്യുന്ന എത്രയോ പള്ളികളുണ്ട്. കുട്ടികളെ പുറത്തിട്ട് നിർത്തും. അതൊക്കെ ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സുബ്ഹാനഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികളുള്ള മജ്ലിസുകളില് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ആമീൻ പറയും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. മക്കളെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്താലൊക്കെ വേഗം ഉത്തരം കിട്ടും. പ്രത്യേകിച്ചും സുഖമില്ലാത്ത മക്കളൊക്കെ ഉണ്ടാവും. ഈ ബുദ്ധിമാന്ദ്യം സംബന്ധിച്ച കുട്ടികളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവും. ആ കുട്ടികൾക്ക് മുൻനിർത്തി ആ മാതാപിതാക്കൾ എന്ത് ദുആ ചെയ്താലും അവർക്ക് ഉത്തരം കിട്ടും. അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ പെട്ടതാണ് ആ മക്കള്. അത് അവര് ദുആ ചെയ്ത് തുടങ്ങി അവർക്ക് മനസ്സിലാവും. ആ മക്കളെ മുൻനിർത്തി നിങ്ങൾ എന്ത് ചോദിച്ചോളി, നിങ്ങൾ കൺമുമ്പിൽ അള്ളാഹ് എത്തിച്ചു തരും. അത് അള്ളാന്റെ വാഗ്ദാനത്തിൽ പെട്ടതാണ്. അള്ളാഹ് ആ പരീക്ഷണം നൽകിയത് നമുക്ക് ക്ഷമക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ക്ഷമയിൽ നമ്മൾ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിലെ തൃപ്തിയാണ് നമ്മൾ കാണിക്കുന്നത്. മക്കളെ മുൻനിർത്തി ചോദിക്കുന്നതൊക്കെ ആ തൃപ്തിയാണ്. അള്ളാഹ് ഉത്തരം നൽകും അപ്പൊ തന്നെയൊക്കെ. എനിക്കറിയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അവർക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്. അവര് പറയണേ, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അതെന്റെ കൺമുമ്പിൽ എത്തും, അപ്പൊ എനിക്ക് എത്തുന്നു. സുബ്ഹാനല്ലാഹ്. അവര് ഒരു വലിയ ദീനിയായിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ കുഞ്ഞിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അത്രയും പ്യുവറാണ്. അപ്പൊ ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ട് പള്ളിയിൽ വലിയവർ മാത്രം നിന്ന് നമസ്കരിക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ജനമധ്യത്തില് പരസ്യമായി ഓതി കേൾപ്പിച്ച സൂറത്ത് ഇതാണ് കേട്ടോ. അവസാനത്തിലാണ് ഈ സുജൂദിന്റെ ആയത്തുള്ളത്. ഓക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടുമില്ല. അദ്ദേഹം തന്നെ ഇഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഉത്ബോധനം മാത്രമാകുന്നു. ശക്തിമത്തായ കഴിവുള്ളവനാണ് ജിബ്രീൽ എന്ന മലക്കാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. കരുത്തുറ്റ ഒരു വ്യക്തി. അങ്ങനെ അദ്ദേഹം സാക്ഷാൽ രൂപത്തിൽ നിലകൊണ്ടു. അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം അടുത്തു വന്നു. അങ്ങനെ കൂടുതൽ അടുത്തു. അങ്ങനെ അദ്ദേഹം 2 വില്ലുകൾ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു. അപ്പോൾ അവൻ അള്ളാഹു തന്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. അള്ളാഹുമായിട്ട് ഉണ്ടായ വഹിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹം ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല എന്നിരിക്കെ അദ്ദേഹം നേരിൽ കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്.
ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ 2 പ്രാവശ്യമാണ് അതിന്റെ പൂർണ്ണതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് അത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. പിന്നെ നിങ്ങൾ അദ്ദേഹം ചെയ്തതിന് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്. അറ്റത്തെ ഇലന്ത മരത്തിനടുത്ത് വെച്ച് അടുത്താകുന്നു താമസിക്കാനുള്ള സ്വർഗം. ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നത് ഒക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ നബിയുടെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. അടുത്തത് കണ്ടത് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ടായിരുന്നു. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് ഇലന്ത വൃക്ഷത്തിന്റെ ത്തിനെയാണ്. ഒരു ഇലന്ത വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. അത് സ്വർഗത്തിന്റെ പിന്നെ അതായത് മിഹ്റാജ് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ പിന്നെ അള്ളാഹുവും പിന്നെ വാനലോകത്തിലെ അള്ളാഹുമായിട്ടുള്ള പിന്നെ ഒരു ഭാഗമുണ്ട്, അള്ളാഹു മാത്രമായിട്ടുള്ളൊരു ഭാഗം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവ് എത്തിച്ചു കൊടുക്കുന്നത്. അവിടെയായിരിക്കും മലക്കുകൾ ആ അറിവിനെ ഏറ്റെടുക്കുന്നതൊക്കെ. അപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനും അവിടെ വരെ മാത്രമേ എന്തുള്ളൂ, പോകാൻ അനുവാദമുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് അതിന് മുകളിലേക്ക് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുമായിട്ട് നേരിട്ട് മുനാജാത്ത് നടത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അത് പിന്നെ ഒരു മറക്ക് പിറകിലായിക്കൊണ്ടാണ് അള്ളാഹുവിനോട് സംസാരിച്ചതും എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം പിന്നെ ഈ ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ സ്വർഗത്തിന്റെ അടുക്കലാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് എന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. നോക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ ഹജറിലെ വലിയ തോൽ കുടങ്ങളെപ്പോലെയും അതിന്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെയുമായിരുന്നു. എന്റെ റബ്ബിന്റെ കൽപ്പന അഥവാ കാര്യങ്ങളിൽ നിന്നും അതിന്റെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരിക്കയാൽ അതിന് സ്ഥിതിമാറ്റം വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ അതിന്റെ നന്മ അഥവാ സൗന്ദര്യം നിമിത്തം അതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല. അതായത് ആ സിദ്റത്തുൽ മുൻതഹന്റെ ഭംഗി വർണ്ണിക്കാൻ ഭൂമിയിൽ ഒരാൾക്കും സാധ്യമല്ല എന്നാണൊക്കെ. അതിന് പല വർണ്ണങ്ങൾ കൊണ്ടാണ് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിയിട്ടുള്ളത് എന്നും പിന്നെ അതുപോലെ തന്നെ മുത്തും പവിഴങ്ങളും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എന്നുള്ളതും ഒക്കെ പല ഹദീസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു പിഴവും പറ്റിയിട്ടില്ല. വഹീ പ്രകാരം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഉന്നതമായ സ്ഥാനമാണ് അതിനെ കാണിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും ഈ മക്കയിലെ കാബയുടെ അവിടെ പിന്നെ അറബികള് പണ്ട് ആരാധിച്ചു വരുന്ന ദൈവങ്ങളിലായിരുന്നു 3 പേരാണ് ലാത്ത, മനാത്ത, ഉസ്സ. ഓക്കെ, ഇവര് അവിടെ ക്ഷേത്രങ്ങളൊക്കെ അതിന്മേൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ മക്കയുടെയും തായിഫിന്റെ ഇടയിൽ പിന്നെ നഖ്ല എന്ന സ്ഥലത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നു. അതില് കുറേ ബിംബങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഓരോന്നിന്റെ പേരായിരുന്നു എന്ത്, ലാത്ത, ഉസ്സ, മനാത്ത എന്നുള്ള. ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പണ്ട് കാലത്ത് പിന്നെ കഅബയിലേക്ക് പിന്നെ ഇതിന് ഹജ്ജിന് വേണ്ടി വന്നിരുന്ന ആളുകള്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബ ഷരീഫ് പുതുക്കി പണിത് കഴിഞ്ഞപ്പം അവിടേക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പറഞ്ഞു, ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് വിളിച്ച സമയത്ത് അതിലേക്ക് വന്ന ആളുകൾ, അതായത് അവിടെ നിന്ന് വിളിച്ച ഇന്നും ആ ശബ്ദം കേട്ടവരൊക്കെ ഇന്നും കഅബയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ യാത്ര പോകുന്നത് കഅബത്തിലേക്ക് എന്നാണ് പറയുന്നത്. കാരണം അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിളിച്ച വിളി കേട്ടവരൊക്കെ കഅബത്തിങ്കൽ എത്തും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ വിളി കേട്ടിട്ട് അവിടെ വന്ന് വരുന്ന ആളുകൾക്ക്
വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു സത്യവിശ്വാസി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം വെള്ളം കൊടുക്കുകയും അവരെ പരിചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പം ആളുകൾ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുമ്പം അവർക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങി. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിനോട് അതിനെ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു സത്യവിശ്വാസിയെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുമ്പം അവർക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഉത്തരം കിട്ടാൻ തുടങ്ങിയപ്പം പിന്നീട് വന്ന ജനത അതിനെ ബിംബമാക്കിയിട്ട് അവിടെ വെക്കുകയും അതിനോട് ദുആ ചെയ്യുകയും തുടങ്ങി. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മള് ഹക്ക് ജാ ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുൻനിർത്തിയിട്ട് പിന്നെ സത്യവിശ്വാസികളെയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നതിനൊക്കെ ഇസ്ലാം വിരോധിക്കുന്നതും ഇസ്ലാം അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന അതിന്റെ അടുത്ത ഘട്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിംബാരാധനയിലേക്ക് അല്ലെങ്കിൽ ഒരു ആരാധന രൂപത്തിലേക്ക് ഒരാളുടെ നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതോടുകൂടിയിട്ട് എന്താവും, അള്ളാഹ്ക്ക് ഷിർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് പിന്നീട് നമ്മുടെ ഹൃദയം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം. സ്റ്റാർട്ടിങ് ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താ കുഴപ്പം, നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ഷിർക്കിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. നമ്മൾ നിൽക്കുന്നത് ബോർഡർ ലെവലിലാണ്. നമുക്ക് വരാൻ പോകുന്ന ശേഷം വരുന്ന ഒരു തലമുറ വേണമെങ്കിൽ അവരോട് ദുആ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് ആ തിന്മ വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മളെ ഉലമാക്കള് അതിനൊക്കെ തടയുന്നതും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതൊക്കെ. അതിൻ്റെയൊക്കെ ഇത് ഭയങ്കര വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അതിൻ്റെയൊക്കെ തെറ്റിന്റെ വ്യാപ്തി വരാൻ പോകുന്നത്. നമുക്ക് ശേഷം വരുന്ന തലമുറകൾ അതെങ്ങാനും അത് ഏറ്റെടുത്ത് അവരറിവില്ലാത്തത് കൊണ്ട് തന്നെ അവർ നമ്മൾ പറയുന്നത് കേട്ട് 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 ഇങ്ങനെ ദുആ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് പല വീടുകളിലും പല ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കുഫറിലായവരെ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒക്കെ ലെവലിലേക്ക് നമുക്ക് ഇടയിലുള്ള സമൂഹമായിട്ടുണ്ട്. നമ്മളെ കുടുംബങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കുടുംബങ്ങളിലുള്ളവരൊക്കെ നമ്മളിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയും നമ്മള് കുഫറിലാണ്, നമുക്ക് സലാം പറയാൻ പാടില്ല, നമ്മളെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, പിന്നെ നമ്മള് തെറ്റ് ചെയ്ത നമ്മള് പിന്നെ ദീനിൽ കടത്തി കൂട്ടിയവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ കുടുംബത്തിൽ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും വേഴ്സായി കഴിഞ്ഞു. അതിന്റെ മുമ്പ് തലമുറ അത്ര ആയിരിക്കൂല. മുമ്പത്തെ തലമുറ ഒരു നോർമലായിട്ടാവും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം വന്ന തലമുറ അതിനെ അത്രയും വേഴ്സാക്കി കളയുകയും ഇപ്പം മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പരസ്പരം കണ്ടാല് സലാം പറയാത്ത വിധം, ഒരാളുടെ പിന്നിൽ നിസ്കരിക്കാത്ത വിധം, എല്ലാവർക്കും വേറെ വേറെ പള്ളികള് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞു പോയ തലമുറ ചെയ്ത ഒരു തിന്മന്റെ ഭാഗമാണ് ഇപ്പത്തെ തലമുറ ചെയ്യുന്നത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വരുന്ന നെക്സ്റ്റ് തലമുറ ഇതിന്റെയും മുകളിലായിരിക്കും. അങ്ങനെയാണ് ഈ ലാത്തിയും മനാത്തിയും ഉസ്സിയൊക്കെ ദുനിയാവില് പിന്നെ ബിംബങ്ങളായിട്ട് വന്നതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മളെ സമൂഹം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പിന്നെ ഉലമാക്കളെ പല പല ഉലമാക്കളെയും പല ഷെയ്ഖന്മാരെയൊക്കെ അവര് ആരാധിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞതാണ് ശരി, അവര് പറഞ്ഞത് മാത്രമാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പോലും അതിന്റെ മുകളിലായിക്കൊണ്ട് അവരുടെ വാക്കുകളെ അനുസരിക്കുകയും അവർക്ക് ബയ്യത്ത് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ തിന്മയിലേക്കാണ് അവർ കയറിപ്പോകുന്നത് എന്നുള്ളത് അവരറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കാത്തവരെ നടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിട്ട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അൽഹംദുലില്ലാഹ്. അതിനുശേഷം സന്താനമായി നിങ്ങൾ കാണും അള്ളാഹുവിന് പെണ്ണുമാണോ? അതായത് ഇത് പിന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനോടാണ് ചോദിക്കുന്നത്. അതായത് പിന്നെ അള്ളാഹുവിന് പിന്നെ ദാസിമാരായിട്ട് അവര് പെണ്ണുങ്ങളെ പിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വയറ്റിലുള്ള സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, ഒഴിഞ്ഞു വെച്ചിട്ട് അങ്ങനെയാണ് അവർക്ക് എന്താകുന്നത്, അള്ളാഹുവിന്റെ മണവാട്ടിമാരെന്ന് പറഞ്ഞിട്ട് അവര് സ്ത്രീകളെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഞാൻ അള്ളാഹുവിന്റെ മണവാട്ടിയായിട്ട് മാറ്റും, അല്ലെങ്കിൽ ദൈവത്തിന്റെ മണവാട്ടിയാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ നെയ്യത്ത് ചെയ്യാണ്. പിന്നീട് ആ കുട്ടി ഒന്നും അറിയില്ല. ആ കുട്ടി ജനിച്ച് വളർന്ന് വലുതായിട്ട് ആ കുട്ടിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, കുടുംബമായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ ചെയ്ത ആ തിന്മ കൊണ്ട് ആ കുട്ടി ഫോഴ്സായിട്ട് എന്താവുകയാണ്,
അവര് കന്യാസ്ത്രീകളായിട്ട് മാറുകയാണ്. അപ്പം ഇതൊക്കെ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്തൊരു കാര്യം ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിന് പെൺമക്കളെ കൊടുക്കുക. അതായത് ആവശ്യമില്ല, അതായത് ആ സമൂഹത്തില് പെൺമക്കൾ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ബാധ്യത പോലെയാണ്. കാരണം സ്ത്രീകൾക്ക് ഇത് കൊടുക്കേണ്ടി വരും, വിവാഹത്തിന് ഒരുപാട് പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും, എന്നാലേ അവരെ വിവാഹമൊക്കെ നടത്തി കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അവർ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് സ്വത്തിൽ നിന്നൊരു ഭാഗം കൊടുത്തിട്ടാണ് സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് സ്വത്തിലും മുതലിലൊന്നും അവകാശം ഉണ്ടാവില്ല. ആൺകുട്ടികൾക്ക് മാത്രമേ പിന്നീട് അവകാശം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇസ്ലാമിക രീതി അനുസരിച്ചല്ല അവർ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തില് സ്ത്രീകൾക്ക് ഒരുപാട് വിവാഹത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് വലിയ 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 എമൗണ്ടുകളൊക്കെ കൊടുത്താലേ വിവാഹങ്ങളൊക്കെ നടന്നു കിട്ടുള്ളൂ. പിന്നെ സ്വത്തിലൊന്നും പെണ്ണിന് അവകാശം ഉണ്ടാവില്ല. ആ പെണ്ണിനെ പറഞ്ഞയക്കുന്നതോട് കൂടിയിട്ട് വീടുമായിട്ടുള്ള ബന്ധം അങ്ങനെ വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പിന്നീട് ആ പെണ്ണ് പ്രയാസപ്പെട്ടാലും തിരിച്ചു മടങ്ങി വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നീട് അത് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ ആ പെൺകുട്ടികൾ മാറിപ്പോകുന്നത്. കാരണം പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ല. അതാണ് അവരുടെ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ആണുങ്ങളും അള്ളാഹുവിന് പെണ്ണുങ്ങളുമാണോ എന്ന്. എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ലാവ ദേവതകൾ. അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല. ഊഹത്തെയും മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും മാത്രമാണ് അവർ പിന്തുടരുന്നത്. അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സന്മാർഗം വന്നിട്ടുണ്ട് താനും. അതെല്ലാം മനുഷ്യനെ അവർ മോഹിച്ചതാണോ ലഭിക്കുന്നത്? എന്നാൽ അള്ളാഹുവിനാകുന്നു പരലോകവും ഇഹലോകവും. ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത്? അവരുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശയ്ക്ക് അനുവാദം നൽകിയതിന്റെ ശേഷമല്ലാതെ. തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീനാമങ്ങളാകുന്നു. അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. മലക്കുകളെ സ്ത്രീകളായിട്ട് ഗണിക്കുന്ന ചില ആളുകളുണ്ടാവും. നിങ്ങൾ അവരുടെ പള്ളികളുടെ മുന്നിലൊക്കെ പോയി നിന്നാൽ കാണാം, അവര് കുറച്ച് ബിംബങ്ങളൊക്കെ വെച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് മലക്കുകളൊക്കെ മാലാഖമാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ മുഖമായിരിക്കും അവർക്ക് ഉണ്ടാവുക, മാലാഖമാർക്കൊക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീനാമങ്ങളായിട്ടാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീനാമങ്ങളാകും. അതുപോലെ തന്നെ അന്യമതസ്ഥര് ബിംബാരാധകര് അവരൊക്കെ മലക്കുകളെ സ്ത്രീനാമങ്ങൾ കൊണ്ട് നമ്മൾ വിളിക്കുന്നത് നമ്മൾ കാണും, പല പല പേരുകളിലൊക്കെ. അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അവർ ഊഹത്തെ മാത്രമാകുന്നു പിന്തുടരുന്നത്. തീർച്ചയായും ഊഹം സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല. ആകയാൽ നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുകയും ഐഹിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്തവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. അവരിൽ നിന്ന് അവർ ആകെ എത്തിയിട്ടുള്ളത് അത്രത്തോളമാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവാകുന്നു അവന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ പറ്റി കൂടുതൽ അറിവുള്ളവൻ. തന്മാർഗം പ്രാപിച്ചവരെ പറ്റി കൂടുതൽ അറിവുള്ളവനും അവൻ തന്നെയാകുന്നു. ആകാശങ്ങളിലുള്ളതും അള്ളാഹുവിനാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്തതിനനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടി എത്രയത്. നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാൻ വേണ്ടിയും. അതായത് വലിയ പാപങ്ങളിൽ നിന്നും നിസാരമായ ദൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുന്നവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായി പാപമോചനം നൽകുന്നവനാകുന്നു. നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ ഗർഭസ്ഥ ശിശുക്കളായിരുന്ന സന്ദർഭത്തിലും അവനാകുന്നു നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ. അതിനാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക. അവനാകുന്നു സൂക്ഷ്മത പാലിച്ചവരെ പറ്റി നന്നായി അറിയുന്നവൻ. എന്നാൽ പിന്മാറിക്കളഞ്ഞ ഒരുത്തനെ നീ കണ്ടുവോ? അല്പമൊക്കെ അവൻ ദാനം നൽകുകയും എന്നിട്ട് അത് നിർത്തിക്കളയുകയും ചെയ്തു. അവന്റെ അടുക്കൽ അദൃശ്യജ്ഞാനം ഉണ്ടായിട്ട് അത് മുഖേന അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതെല്ലാം മൂസയുടെ പത്രികകളിൽ ഉള്ളതിനെപ്പറ്റി അവന് വിവരം അറിയിക്കപ്പെട്ടിട്ടില്ലേ? കടമകൾ നിറവേറ്റിയ ഇബ്രാഹിമിന്റെയും പത്രികകൾ, അതായത് പാപഭാരം വഹിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ലെന്നും മനുഷ്യന് താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നും അവന്റെ പ്രയത്നം വഴിയെ കാണിച്ചു കൊടുക്കപ്പെടും എന്നുള്ള കാര്യം, പിന്നീട് അവന് അതിന് ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണെന്നും നിന്റെ രക്ഷിതാവിങ്കിലേക്കാണ് എല്ലാം ചെന്ന് അവസാനിക്കുന്നതെന്നും അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും
സൃഷ്ടിക്കുകയും ചെയ്തതെന്നും അവൻ തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തതെന്നും പെണ്ണ് എന്നീ 2 ഇണകളെ അവനാണ് സൃഷ്ടിച്ചതെന്നും ഒരു ബീജം ഗർഭാശയത്തിൽ സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് രണ്ടാമത് ജീവിപ്പിക്കുക എന്നതും അവന്റെ ചുമതലയാണെന്നും ഐശ്വര്യം നൽകുകയും സംതൃപ്തി വരുത്തുകയും ചെയ്തത് അവൻ തന്നെയാണ് എന്നും അവൻ തന്നെയാണ് ഷിറ നക്ഷത്രത്തിന്റെ രക്ഷിതാവ് എന്നുള്ള കാര്യങ്ങൾ. ആദിമ ജനതയാണ് ആദിനെ അവനാണ് നശിപ്പിച്ചത്. ആദിമ ജനതയായ ആദിനെ അവനാണ് നശിപ്പിച്ചതെന്നും സമൂദിനെയും എന്നിട്ട് ഒരാളെയും അവൻ അവശേഷിപ്പിച്ചിട്ടില്ല. അതിനു മുമ്പ് നൂഹിന്റെ ജനതയെയും അവൻ നശിപ്പിച്ചു. തീർച്ചയായും അവർ അടുത്ത അക്രമവും കൂടുതൽ ധിക്കാരം കാണിച്ചവരുമായിരുന്നു. കീഴ്മേൽ പറഞ്ഞ രാജ്യത്തെയും അവൻ തകർത്തു കളഞ്ഞു. അങ്ങനെ ആ രാജ്യത്തെ അവൻ ഭയങ്കരമായ ഒരു ശിക്ഷയുടെ ആവരണം കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെ പറ്റിയാണ് നീ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം മുഹമ്മദ് നബി പൂർവികരായ താക്കീതുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു താക്കീതുകാരനാകുന്നു. സമീപസ്ഥമായ ഒരു സംഭവം ആസന്നമായിരിക്കുന്നു. അള്ളാഹുവിന് പുറമെ അവനെ തട്ടി നീക്കാൻ ആരുമില്ല. അപ്പോൾ ഈ വാർത്തയെപ്പറ്റി നിങ്ങൾ അത്ഭുതപ്പെടുകയും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ കരയാതിരിക്കുകയും നിങ്ങൾ അശ്രദ്ധയിൽ കഴിയുകയുമാണോ? അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് പ്രണാമം ചെയ്യുകയും അവനെ ആരാധിക്കുകയും ചെയ്യുവിൻ. അടുത്തത് നക്ഷത്രത്തിനെ കുറിച്ചാണെങ്കിൽ ഇനി അടുത്തത് സൂറത്തുൽ ഖമർ. അത് പിന്നെ പറയുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. മക്കയിലാണ് അത് അവതരിച്ചത്. 55 ആയത്തുകളാണുള്ളത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ആ അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുകയും ഇത് നിലനിന്ന് വരുന്ന ജാലവിദ്യയാകുന്നു എന്ന് അവർ പറയുകയും ചെയ്യും. അതായത് ചന്ദ്രനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിളർത്തിയിട്ടുണ്ട്. അത് പിളർത്തിയത് മുഅ്ജിസത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അതായത് ഹിജ്റക്ക് ഏതാനും 5 വർഷം മുമ്പ്, അതായത് മക്കയിൽ നിൽക്കുന്ന സമയത്ത് ആണ് ഈ ഒരു ചന്ദ്രന് പിളർന്ന സംഭവം ഉണ്ടായത്. ഇത് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം എന്ന് പറഞ്ഞത് ഏറ്റവും സഹീഹായിട്ടുള്ള സ്ഥിരപ്പെട്ട കാര്യമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു രാത്രിയിൽ ചന്ദ്രൻ 2ആയി പിളർന്ന് മലയുടെ ഇരുഭാഗത്തുമായി കാണുകയുണ്ടായെന്നും അത് കണ്ട മക്കാ മുശ്രിക്കുകൾ അത് മുഹമ്മദിന്റെ ജാലവിദ്യയാണെന്ന് പറഞ്ഞു എന്നാണ് ഹദീസിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിനെ പറ്റിയാണ് ആ അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. അതായത് പിന്നെ നമ്മളെ ദുനിയാവിന്റെ എൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പം അതിന്റെ ഒരു അടയാളമായിട്ട് ചന്ദ്രനെ പിളർത്തിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത് അല്ലെ. ഇപ്പൊ എത്രയായി? 1400 വർഷം കഴിഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കില് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, 2ാമത്തെ ദിവസമായിട്ടുണ്ടാവും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കില് ഭൂമി നിലനിൽക്കുന്നതിന്റെ എൻഡിങ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വരേണ്ട താമസേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ 2 വിരകൾക്കിടയിൽ ഇരിക്കുന്ന അത്രയും അടുത്ത സമയമാണ് അന്ത്യസമയത്തിന്റെ സമയം എന്ന്. അതായത് അത്രയും അടുത്താണ് കിടക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേ അല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടി എല്ലാവരെയും മരിപ്പിക്കുമാറാകട്ടെ. അന്ത്യനാൾ വരുന്നതിന് മുമ്പ് സത്യവിശ്വാസികളൊക്കെ ഭൂമിയിൽ നിന്ന് തിരിച്ചു മടങ്ങും എന്നാണ്. പിന്നീട് ഭൂമിയിലെ ഏറ്റവും വേഴ്സായിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് അവശേഷിക്കും എന്നുള്ളതാണ്. ഏതൊരു ദൃഷ്ടാന്തം അവൻ കാണുകയാണെങ്കിലും അവൻ പിന്തിരിഞ്ഞു കളയുകയും ഇത് നിലനിന്ന് വരുന്ന ജാലവിദ്യയാകുന്നു എന്ന് അവർ പറയുകയും ചെയ്യും. അവർ നിഷേധിച്ച് തള്ളുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ഏതൊരു കാര്യവും ഒരു നിശ്ചിത സ്ഥാനം പ്രാപിക്കുന്നതാകുന്നു. ദൈവനിഷേധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ അടങ്ങിയ ചില വൃത്താന്തങ്ങൾ തീർച്ചയായും അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അത് പരിപൂർണമായ വിജ്ഞാനം എന്നിട്ടും താക്കീതുകാർ
താക്കീതുകൾ പര്യാപ്തമാകുന്നില്ല. ആകയാൽ നബിയെ, നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. അനിഷ്ടകരമായത് ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ദിവസം. ദൃഷ്ടികൾ താഴ്ന്നു പോയവരായ നിലയിൽ ഖബറുകളിൽ നിന്ന് നാലുപാടും പരന്ന വെട്ടുകൾ എന്നോണം അവർ പുറപ്പെട്ടു വരും. വിളിക്കുന്നവന്റെ അടുത്തേക്ക് അവർ ധൃതിപ്പെട്ട് ചെല്ലുന്നവരായിരിക്കും. സത്യനിഷേധികൾ എന്ന് പറയും, ഇതൊരു പ്രയാസകരമായ ദിവസമാകുന്നു. അവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയെ നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദാസനെ അവർ നിഷേധിച്ച് തള്ളുകയും ഭ്രാന്തൻ എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ പരാജിതരായിരിക്കുന്നു. ആകയാൽ എന്റെ രക്ഷയ്ക്കായി നീ നടപടി സ്വീകരിക്കണമേ. അപ്പോൾ കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു, ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിനായി വെള്ളം സന്ധിച്ചു. പലകകളും മാണികളുമുള്ള ഒരു കപ്പലുകളിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു. നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു. നിഷേധിച്ച് തള്ളപ്പെട്ടവന് ദേവദൂതനുള്ള പ്രതിഫലമത്രേ അത്. തീർച്ചയായും അതിനെ, പ്രളയത്തെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ആദ്യ സമുദായം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ട് എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. വിട്ടുമാറാത്ത ദുശകുനത്തിന്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് നാം അവരുടെ നേർക്കയക്കുക തന്നെ ചെയ്തു. കടപുഴുകി വീഴുന്ന ഈന്തപ്പന തടികളെന്നോണം അത് മനുഷ്യനെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? സമുദായം താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, നമ്മളിൽപ്പെട്ടൊരു മനുഷ്യനെ, ഒറ്റപ്പെട്ടൊരുത്തനെ നാം പിന്തുടരുകയോ എങ്കിൽ തീർച്ചയായും നാം വഴിപിഴപ്പിലും ബുദ്ധിശൂന്യതയിലും തന്നെയായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവന് പ്രത്യേകമായി ഉത്ബോധനം നൽകപ്പെട്ടു എന്നോ അല്ല, അവൻ അഹങ്കാരിയായ ഒരു വ്യാജവാദിയാകുന്നു. എന്നാൽ നാളെ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് അഹങ്കാരിയായ വ്യാജവാദി എന്ന്. അവരുടെ പ്രവാചകൻ സ്വാലിഹിനോട് നാം പറഞ്ഞു, തീർച്ചയായും അവർക്ക് ഒരു പരീക്ഷണം എന്ന നിലയിൽ നാം ഒട്ടകത്തെ അയക്കുകയായിരുന്നു. അതുകൊണ്ട് നീ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. വെള്ളം അവർക്കിടയിൽ, അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കുവെക്കപ്പെട്ടതാണ് എന്ന് നീ അവർക്ക് വിവരമറിയിക്കുകയും ചെയ്യുക. ഓരോരുത്തരുടെയും ജലപാനത്തിലുള്ള ദൂരത്തിൽ അതിന് അവകാശപ്പെട്ടവർ ഹാജരാകേണ്ടതാണ്. അപ്പോൾ അവർ അവരുടെ ചങ്ങാതിയെ വിളിച്ചു. അങ്ങനെ അവർ ആ കൃത്യം ഏറ്റെടുത്തു. ആ ഒട്ടകത്തെ അറുകൊല ചെയ്തു. ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസവും അതിനുശേഷമുള്ള ഒരു ദിവസം എന്ത് വെച്ചു, അവിടെയുള്ള ജനതക്ക് വെള്ളം കുടിക്കാനും വെച്ചു. ആ ഒട്ടകം മുഴുവൻ വെള്ളവും കുടിച്ചു തീർത്തു എന്നാണ്. ആ ഒരു തടാകത്തിലെ വെള്ളം മുഴുവനും ആ ഒട്ടകം കുടിച്ചു തീർത്തു എന്നാണ്. അങ്ങനെ പിന്നെ ആ ഒട്ടകം വന്നത് ഒരു പർവ്വതത്തെ പിളർന്നിട്ടായിരുന്നു ആ ഒട്ടകം ഇറങ്ങി വന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായിരുന്നു. അപ്പം അവർ ചോദിച്ചു വാങ്ങിച്ചതുമാണ്. അവർക്ക് ദൃഷ്ടാന്തം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ്. ഓക്കെ, ആ ഒട്ടകത്തിന് ആ ഒട്ടകത്തിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശം വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടകത്തിന് വെള്ളം വേണമായിരുന്നു. ആ വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമായിരുന്നു. ഒരു ദിവസം ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കൊടുത്തു. ആ പിറ്റേ ദിവസം അവിടെയുള്ള ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ ആ തടാകത്തിലെ മുഴുവൻ വെള്ളം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കുടിച്ചു തീർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഭയമായി, ഇവർക്ക് വെള്ളം ഇല്ലാതെ വരുന്നുള്ള ഒരു ഇതായി. ഓക്കെ, അങ്ങനെയാണ് അവരെന്ത് ചെയ്തു, അവര് പിന്നെ ആ ഒട്ടകത്തിനെ അവര് കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അള്ളാഹുവിന്റെ ഒട്ടകമാണ്. ആ ഒട്ടകത്തിനെ അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എന്നെ ഇങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ആ ഒട്ടകത്തിനെ കൊന്നു എന്നറിഞ്ഞപ്പം പിന്നെ അതായത് ഒട്ടകത്തെ കൊന്നത് എങ്ങനെയെന്ന് വെച്ചാല് അവര് അതിൽ നിഷ്ഠൂരനായിട്ടുള്ള, അതായത് ഏറ്റവും വേഴ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ആദ്യം ഒട്ടകത്തിന്റെ കാലാണ് വെട്ടിയത് എന്നാണ്. ഓക്കെ, എന്നിട്ട് തന്നെ അത്രയും വലിപ്പമുണ്ടായിരുന്നു ഒട്ടകം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കാലിനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ടാണ് അതിനെ കൊന്നു കളഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറത്തു കൊടുക്കട്ടെ. പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. കാത്തു രക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും. അങ്ങനെ ആ ഒട്ടകത്തിനെ കാല് വെട്ടിക്കളയുകയും പിന്നീട് അതിനെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ഇത് കൊന്നു എന്നറിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിപ്പോവും. കാരണം അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുകയാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ ഒരു ഘോര ശബ്ദം എന്നാണ്. അതുപോലെ എന്തായി, ആ ഗോത്രക്കാര് ഒന്നായിട്ട് അവരുടെ ശരീരങ്ങൾ നുറുങ്ങി ചിതറിപ്പോയി എന്നാണ്. ഓക്കെ,
നാം അവരുടെ നേരെ ഒരു ഘോര ശബ്ദം അയക്കുക തന്നെ ചെയ്തു. അപ്പോൾ അവർ ആല വളച്ചു കെട്ടുന്നവൻ വിട്ടേച്ചു പോയ ചുള്ളിത്തുരുമ്പുകൾ പോലെ ആയിത്തീർന്നു. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ലൂത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു. തീർച്ചയായും നാം അവരുടെ നേരെ ഒരു ചരൽക്കാറ്റ് അയച്ചു. ലൂത്തിന്റെ കുടുംബം അതിൽ നിന്ന് ഒഴിവായിരുന്നു. രാത്രിയിലെ അന്ത്യവേളയിൽ നാം അവരെ രക്ഷപ്പെടുത്തി. നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം എന്ന നിലയിൽ അപ്രകാരമാകുന്ന നന്ദി കാണിച്ചവർക്ക് നാം പ്രതിഫലം നൽകുന്നത് നമ്മുടെ ശിക്ഷ നടപടിയെ അദ്ദേഹം ലൂത്ത് അവർക്ക് താക്കീത് നൽകുകയുണ്ടായി. അപ്പോൾ അവർ താക്കീതുകൾ സംശയിച്ച് തള്ളുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അതിഥികളെ വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കി. എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറഞ്ഞു. അതിരാവിലെ അവർക്ക് സുസ്ഥിരമായി ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്തു. എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് നാം അവരോട് പറഞ്ഞു. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുന്നത് ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഖുർആന് അവതരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും സൂറത്തുകൾ നിങ്ങൾ പഠിച്ചുല്ലേ, നമ്മൾ അവസാനത്തിലേക്ക് എത്തി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ട് തോന്നിയോ? അത്ര വലുതായിട്ട് പ്രയാസപ്പെടുത്തുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാണ് ഖുർആൻ. പിന്നെ എന്താ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഖുർആന് അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അറബി ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഖുർആൻ എന്താണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കിതാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഈസി ആയിട്ടാണ് ഖുർആനെ അവതരിച്ചിട്ടുള്ളത്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പം അറബി അറിയുന്ന ആളുകള് കരച്ചിൽ വരുന്നത്. കാരണം അവർക്ക് ആ അർത്ഥം വായിക്കുമ്പം അവർ ഭയപ്പെട്ടുകൊണ്ടും ചിലപ്പോൾ സന്തോഷം കൊണ്ടും ഒക്കെ കരയുന്നത് അതുകൊണ്ടാണ്. അത്രയും ആ ഒരു ലെവലിലേക്ക് നമുക്കും ഉയരാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വേഗത്തിൽ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫിറഔൻ കുടുംബത്തിനും താക്കീതുകൾ വന്നെത്തുകയുണ്ടായി. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ നിഷേധിച്ചു കളഞ്ഞു. അപ്പോൾ പ്രതാപിയും ശക്തനുമായ ഒരുത്തൻ പിടികൂടുന്ന വിധം നാം അവരെ പിടികൂടി. ഹേ അറബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ സത്യനിഷേധികൾ അവരെ കളക്കുത്തവരാണല്ലോ. അതല്ല, വേദപ്രമാണങ്ങളിൽ നിങ്ങൾക്ക് മാത്രം വല്ല ഒഴിവുമുണ്ടോ? അതല്ല, അവർ പറയുന്നുവോ ഞങ്ങൾ സംഘടിതരും സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ളവരുമാണ് എന്ന്. എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നതാണ്. അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും. തന്നെയുമല്ല, അന്ത്യസമയമാകുന്നു അവർക്കുള്ള നിശ്ചിത സന്ദർഭം. ആ അന്ത്യസമയം ഏറ്റവും ആപൽക്കരവും അത്യന്തം കൈപ്പേറിയതുമാകുന്നു. തീർച്ചയായും ആ കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു. മുഖം നിലത്ത് കുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക. തീർച്ചയായും ഏതൊരു വസ്തുവിനും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു. നമ്മുടെ കൽപ്പന പ്രകാരം പ്രഖ്യാപനം മാത്രമാകുന്നു, കണ്ണിന്റെ ഒരു ഇമവെട്ടൽ പോലെ. ഹേ സത്യനിഷേധികളെ, തീർച്ചയായും നിങ്ങളുടെ സാക്ഷിക്കാരെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അവർ പ്രവർത്തിച്ച ഏത് കാര്യം രേഖകളിലുണ്ട്. ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തി വെക്കുന്നതാണ്. തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിച്ചവർ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും, സത്യത്തിന്റെ ഇരിപ്പിടങ്ങളിൽ ശക്തമായ രാജാവിന്റെ അടുക്കൽ. നാളെ പരലോകത്ത് സ്വർഗത്തില് അള്ളാഹുവിന്റെ അടുക്കലായിരിക്കും സത്യവിശ്വാസികൾക്കുള്ള സ്ഥാനം എന്നുള്ളതാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മള് സൂറത്ത് റഹ്മാൻ മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു ബാരിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഹദീദ് വരെയാണ് 27ാമത്തെ ജുസിലുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അതുവരെ എടുക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്. ഓക്കെ, ഇതാണ് ഈ അടുത്ത ദിവസം എടുക്കാനുള്ള ക്ലാസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. جزاكم الله خير. اللهم بارك. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي أنزل منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم
من بالخير ربي إني لما أنزلت لي من خير فقير الله الله ربي لا أشرك بشيء الله الله ربي لا أشرك بشيء الله الله ربي لا أشرك بشيء لا إله إلا الله العظيم العليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات رب الأرض رب العرش الكريم اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عنا آمين يا رب العالمين ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا رب اشرح لي صدري آمين رب اشرح لي صدري رب اشرح لي صدري آمين يا رب العالمين اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا آمين يا رب العالمീൻ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരണമേ ഈ മജ്ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ അല്ലാഹുവേ ഞങ്ങളുടെ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരികയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നിലേക്ക് മടങ്ങിയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ അല്ലാഹുവേ ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹ്യങ്ങൾ ആരിഫ്യങ്ങൾ ആഫില്യങ്ങൾ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇണകളിൽ അല്ലാഹുവേ ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് കൺകുളിർമയായി അല്ലാഹുവേ അവരെ നീ ദുനിയാവിൽ ആഖിറത്തിലും ഞങ്ങൾക്ക് ഉത്തമരായ ഇണകളായി നീ നിലനിർത്തി തരണമേ യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ അദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ ഞങ്ങളെ സഹോദരങ്ങൾക്ക് സന്തോഷ സുഖ സമാധാനം സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിധി കൂട്ടിക്കൊടുക്കണമേ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ യാ റബ്ബർ റഹീമീൻ അല്ലാഹു ഞങ്ങളിൽ അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും കടങ്ങളെ നീ വീട്ടി കൊടുക്കണമേ അല്ലാഹുവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാധീനങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ ഭവനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ അസുഖങ്ങൾ കൊണ്ട് മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ആപത്തുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലാഹുവേ ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങൾ സന്തതി പരമ്പരകളെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് വലതു ഭാഗത്ത് ഇടതു ഭാഗത്ത് മുകളിൽ നിന്ന് താഴ്ഭാഗത്ത് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ കച്ചവടങ്ങളിൽ നിന്ന് അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ ഞങ്ങൾ ജീവിത മാർഗത്തിൽ അല്ലാഹുവേ നീ വിശാലത നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേലധികാരികളാക്കരുത് യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളെ കൂട്ടുകാരനാക്കി അല്ലാഹുവേ ഞങ്ങൾ ഖുർആനെ നീ നൽകി അനുഗ്രഹിക്കണമേ അതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി അല്ലാഹുവേ മലക്കുൽ സലാം പറഞ്ഞു വിളിക്കുന്ന നിന്റെ ഉന്നതായ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വലൈക്കും